ഗാന്ധിജിയുടെ ഫോർട്ട് കൊച്ചി സന്ദർശനത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പദയാത്ര സംഘടിപ്പിച്ചു. ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഗാന്ധി പ്രസംഗം നടത്തിയ ചരിത്ര പ്രസിദ്ധമായ കടപ്പുറത്ത് എത്തിച്ചേർന്നു. പദയാത്രയുടെ ഉദ്ഘാടനം എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് നിർവഹിച്ചു. ഗാന്ധിജിയുടെ ഫോർട്ട് കൊച്ചി സന്ദർശനത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഫോർട്ട് കൊച്ചി ബോട്ട് ജെട്ടിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ പ്രസംഗം നടത്തിയ കടപ്പുറത്ത് എത്തിച്ചേർന്നു. പദയാത്ര ജില്ലാ കളക്ടർ ഡോക്ടർ NSK ഉമേഷ് IAS ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദേശീയ പതാക ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്ന മാധുർദാസിന്റെ കൊച്ചുമകനായ രാഹുൽ ആഷറിന് കൈമാറിക്കൊണ്ട് സംസാരിച്ചു. മഹാത്മാഗാന്ധിജിയുടെ 100th anniversary ഓഫ് വിസിറ്റ് ടു ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ എത്ര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. ലോകത്തിന് തന്നെ ഒരു ഗ്ലോബൽ സിറ്റിസനായ നമ്മുടെ ഫാദർ ഓഫ് ദ നേഷനായ മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ട് 100 years എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ മഹാത്മാഗാന്ധിയുടെ ആവശ്യം എല്ലാ ഫീൽഡ്സിലും ഇപ്പോഴും നമുക്കുണ്ട്. മഹാത്മാഗാന്ധിയുടെ നിങ്ങളെല്ലാവരും ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് മഹാത്മാഗാന്ധിയുടെ ലൈഫ് തന്നെ മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്നാണ്. മഹാത്മാഗാന്ധിയുടെ ലൈഫിലുള്ള മഹാത്മാഗാന്ധിയുടെ കളക്റ്റഡ് വർക്ക്സ് എനിക്ക് ഇവിടെ പറയാനുള്ളത് കുട്ടികളെല്ലാവരും ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒരു മെസ്സേജ് ആയിട്ട് നമ്മുടെ യുവതലമുറ മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി അത് മാത്രമല്ല കളക്റ്റഡ് വർക്ക്സ് മഹാത്മാഗാന്ധി ഓരോരോ കാര്യത്തെ കുറിച്ചും അത് ആൽക്കഹോളിസം ആയിരിക്കാം, ക്രീഡ്, എൻവിറോൺമെന്റ്, വിമൻ, ഇങ്ങനെ സെൽഫ് റിലയൻസ്, ഇങ്ങനെ നോൺ വയലൻസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മഹാത്മാഗാന്ധി ഒരു പയനീരായിരുന്നു. മഹാത്മാഗാന്ധി അപ്പൊ പറഞ്ഞപ്പോ അത് വളരെ പുതിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ ലോകത്തിന് തന്നെ ബാക്കിയുള്ള എല്ലാ നോൺ വയലന്റ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്സിന് ഒരു റോൾ മോഡലായിട്ട് മാറിയ വ്യക്തിയാണ്. ഏറ്റവും മഹാനാണ് മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ മറ്റെല്ലാ കാലത്തേക്കാളും നമ്മുടെ സംസ്ഥാനത്തിന് പ്രസക്തിയുള്ള സമയമാണിതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. പദയാത്രയുടെ മുന്നിലായി ഗാന്ധി വേഷധാരിയായ ഡോക്ടർ GSV രാമനാഥൻ അനുഗമിച്ചു. ഗാന്ധി തൊപ്പി ധരിച്ചും ഗാന്ധി ഭജന ആലപിച്ചും പദയാത്ര വേറിട്ട് നിന്നു. തുടർന്ന് ജയിലങ്കണത്തിൽ ഒരുക്കിയിട്ടുള്ള മനോഹരമായ ചിത്രപ്രദർശനം എഴുത്തുകാരനും കൊച്ചി ഹെറിറ്റേജ് കൺസർവേഷൻ സൊസൈറ്റി സെക്രട്ടറിയുമായ ബോണി തോമസ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പീപ്പിൾസ് കൗൺസിൽ ഫോർ ഫോർട്ട് കൊച്ചി ഡെവലപ്മെന്റ് പ്രസിഡന്റ് അഗസ്റ്റസ് സിറിൽ അധ്യക്ഷനായി. CJ ജോൺസൺ, ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് മൈക്കിൾ, ജിയോ ജോസ്, ഡോക്ടർ ജോർജ് ജോസഫ്, സോമൻ PK, ഇസാബിൻ അബ്ദുൽ കരീം, മുൻ മേയർ KJ സോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നമ്മൾ ഇന്ന് ഈ മണ്ണിൽ നിൽക്കുന്നത്. ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ ഒരു 100 വർഷം മുൻപ് ഈ മണ്ണിൽ വന്ന് ഇറങ്ങി. അത് അന്നത്തെ ജനങ്ങളെ കോരിത്തരിപ്പിച്ചു എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്നും മഹാത്മജി ജീവിതത്തിൽ എന്തിനൊക്കെ വേണ്ടി നിന്നിട്ടുണ്ടോ അതൊക്കെ ഇന്ന് ഇരട്ടി ഇന്ന് നമ്മുടെ നാട്ടില് വീണ്ടും ആവശ്യമായി വന്നിരിക്കുകയാണ്. മഹാരാജാസ് കോളേജിലെ ചരിത്ര വിദ്യാർത്ഥികളായ ബിനില B, നന്ദന AS എന്നിവർ കാണികൾക്കായി ചിത്രപ്രദർശനം വിശദീകരിച്ചു. തുടർന്ന് ഡെൽറ്റ സ്റ്റഡി അങ്കണത്തിൽ ഗാന്ധിജിയും കൊച്ചിയും എന്ന വിഷയത്തിൽ കുട്ടികൾക്കുള്ള ചിത്രരചന നടത്തപ്പെട്ടു. ഗാന്ധിയുമായി ബന്ധപ്പെട്ട പുസ്തക പ്രദർശനവും വിൽപ്പനയും, നൂൽ നൂൽക്കുന്നതിന്റെ പ്രദർശനവും, ഖാദി വസ്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലേസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,